പ്ലീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷായ്ന ഷായി. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ, അതായത് മെയിനായിട്ട് നമുക്ക് മാങ്ങ അച്ചാർ ഓർഡർ പോകുന്നുണ്ട്, ശരിക്കും ഓർഡർ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കേസ് എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ ആ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞ് ചേച്ചിക്ക് മാങ്ങ അച്ചാർ വേണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ചേച്ചിയുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് പൈസ മേടിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എല്ലാം ഓർഡർ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഞാൻ 1/2 കിലോയ്ക്ക് ആണെങ്കിൽ ഒരു 80 രൂപയാണ് മേടിക്കുന്നത്, ഒന്നാണെങ്കിൽ 150. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ, അപ്പം അതങ്ങനെ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഓർഡർ പോകുന്നതുകൊണ്ടാണ് കേസ് ഞാൻ അങ്ങനെ മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. അപ്പം നാട്ടു മാങ്ങയാണ്, അപ്പം ചേച്ചിയുടെ നിന്ന് പൈസ മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അയൽക്കാരാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഒരു ആഗ്രഹം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വെറുതെ ഇട്ട് കൊടുക്കുകയാണ് കേസ്. അപ്പം ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് ആ മാങ്ങ അച്ചാർ കാണിക്കാം. അപ്പം മാങ്ങ ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു വിഭവം ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കേസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രസം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ആ മാങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കുന്ന ടൈമിൽ ഞാൻ ഒന്ന് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് രസം കാണിച്ചു തരാം. അപ്പം എൻ്റെ രസമാണ്, ഞാൻ ഉണ്ടാക്കുന്ന രസമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ അപ്പോൾ പുളി ഇട്ടു, അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത്, ആവശ്യത്തിന് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത്, പിന്നെ ജസ്റ്റ് ഞാൻ പുളിയിൽ കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുത്ത്, ഞങ്ങളെ വീട്ടിൽ നട്ട് ഉണക്കി പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് കേസ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് റെഡിയാക്കിയാണ്. നമ്മുടെ പുളി ഒന്ന് അതായത് പുളി അതിലേക്കൊന്ന് ലയിച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് പുളിക്കുള്ള കൂട്ട് തയ്യാറാക്കാം. ഓക്കെ, ഞാൻ രസം വെക്കുന്നതിൽ മെയിനായിട്ട് ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ തക്കാളി, വെളുത്തുള്ളി, 2 തൊണ്ടമുളക്, കറിവേപ്പില, പിന്നെ സവാള ഇതുപോലെ അരിഞ്ഞത്, പിന്നെ 1 കഷ്ണം കായം. പൊടി എനിക്കിഷ്ടമല്ല കേസ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കായമാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കായം മേടിക്കുന്നത്. പിന്നെ ഞാൻ പിന്നീട് നമുക്കിത് ഉണ്ടാക്കുന്നത്, പിന്നെ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് രസം തയ്യാറാക്കാം. അപ്പോൾ കേസ്, നിങ്ങൾ നേരത്തെ കണ്ടത് മുഴുവനായിട്ടിരിക്കുന്ന തക്കാളിയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് ഇതേപോലെ മുളകിനെയും കട്ട് ചെയ്ത് ഇത് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ് കേസ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എൻ്റെ രസം വയ്ക്കുന്ന രീതി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗേസ്, ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഗേസ്. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, കടുക് ഇട്ട് കൊടുക്കും. അതിനുശേഷം ഞാൻ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ആ സമയത്ത് ഉള്ളി ഇട്ട് കൊടുക്കുന്നു. ഉള്ളി നന്നായിട്ട് പൊട്ടുന്നു. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ മണത്തിന് രുചിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൂക്കുകയും ചെയ്യും, നല്ല മണവുമാണ്. പിന്നെ ഞാൻ മൂന്നാമത് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കായമാണ്, നെടുവ എടുത്ത കായ. അതിന് ഞാൻ ഒരിക്കലും ചതക്കുകയൊന്നും ചെയ്യില്ല, അതിനെ നേരെ എടുത്ത് അങ്ങനെ ഇട്ട് കൊടുക്കും. ഭയങ്കര ടേസ്റ്റാണ് കേസ്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേസ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയങ്കര മണവും അതേപോലെ തന്നെ ടേസ്റ്റും വരും. പിന്നെ ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ സവാള ഉള്ളി ചതുരത്തിന് ഇതേപോലെ അരിഞ്ഞ സവാള ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ സവാള ഉള്ളി ഇട്ടിട്ടുണ്ട് കേസ്. എനിക്ക് നല്ല മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ സവാള ഉള്ളി ഒക്കെ ഉണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെയും കായത്തിൻ്റെയും കറിവേപ്പിലയുടെയും നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 4ആയിട്ട് അരിഞ്ഞ കാരിമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമുക്ക് രസത്തിനകത്ത് മൂത്ത് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്, അത്യാവശ്യം നല്ല രുചിയായിരിക്കും. അപ്പോൾ ഞാൻ ഇത് ഇട്ട് കൊടുത്ത്, അപ്പോൾ ഇത് മൂക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് പുളിയേക്കാളും രസത്തിന് ഏറ്റവും ടേസ്റ്റ് അറിയിക്കുന്നത് തക്കാളി ഇട്ട് കൊടുക്കുന്നതാണ്.
പഴുത്ത തക്കാളിയേക്കാളും നല്ലത് എപ്പോഴും പച്ച തക്കാളിയാണ് ഗെയ്സ്. അപ്പോൾ ഗെയ്സ് തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയും കരിയേപ്പിലയുടെയും കടുകിൻ്റെയൊക്കെ കായത്തിന് ഭയങ്കര മണം വരുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും കേട്ടോ. 2 ഉലുവ ഇടുന്നത് നല്ലതാണ് രസത്തിൽ. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കമൻ്റ് ഇടുക. കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ 100% ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷഫലവും വരുന്നില്ല. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇത് ഒന്ന് വെച്ച് നോക്കുകയും അപ്പോഴേ നിങ്ങൾക്കിത് അറിയത്തുള്ളൂ. ഞാൻ പറയുന്നതിനേക്കാളും ഉചിതം നിങ്ങളിത് വെച്ച് കഴിക്കുമ്പോഴാണല്ലോ നമുക്ക് ഏതും അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് തെറ്റാലും ശരിയാലും നിങ്ങൾക്ക് ദോഷം വരില്ല, ഗുണം മാത്രമേ വരുള്ളൂ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി, മുക്കാൽ ടീസ്പൂണും മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും രസത്തിൽ എൻ്റെ രസം, നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഞാൻ അറിയിക്കുന്നതിനേക്കാളും നിങ്ങളിത് ചെയ്ത് രുചിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇനി പിന്നെയും നിങ്ങൾക്കിത് വെക്കാനേ തോന്നുള്ളൂ. ഒരിക്കലും നിങ്ങൾ രസം ഇനി എല്ലാവരും ഇങ്ങനെ വെക്കാൻ ശ്രമിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാലേ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനി നിങ്ങളിത് ഇങ്ങനെ ഈ രസം കൂട്ടുമ്പോൾ ഒരു പ്രാവശ്യം കൂട്ടുന്നവർ പിന്നെയും കൂട്ടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ രസത്തിൻ്റെ കൂട്ടുതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര മണം വരുന്ന ഗെയ്സ്. ഞാനിനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുത്തു ഗെയ്സ്. ഇനി ഞാനതിലേക്ക് പുളി ഒഴിക്കുകയാണ്. അപ്പോൾ ഗെയ്സ് ഞാൻ അതിലേക്ക് പുളി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പുളി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്കും ഞാൻ തയ്യാറാക്കി വെച്ച മസാല കൂട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്കും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, ഭയങ്കര ടേസ്റ്റായിരിക്കും. നമ്മൾ ഇത് കടുവെല്ലാം വറുത്ത് അതിലൊഴിക്കുന്നേക്കാളും ഇതിങ്ങനെ ചെയ്തിട്ട് പുളി ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ ആ പുളിയുടെ ടേസ്റ്റ് അതിലിറങ്ങുകയും ചെയ്യും. നമ്മളെ ഈ മസാലയുടെ ടേസ്റ്റ് പ്രത്യേകിച്ച് പിന്നെ ഈ മസാല എടുത്ത് നമ്മൾ പുളിയിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ഒരു മണവും ആ ടേസ്റ്റ് നിങ്ങൾക്ക് പ്രത്യേകം അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നമ്മൾ പുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഞാനൊന്ന് ഇളക്കി കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി ജസ്റ്റ് ഇത് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാങ്ങുമ്പോൾ നമ്മൾ ആ പുളിയുടെ ടേസ്റ്റും മസാലയുടെ ടേസ്റ്റും നമുക്ക് എടുത്തറിയിക്കും. പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് എത്ര കൂട്ടിയാലും നമുക്ക് മതി വരാത്ത ഒരു രസമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് കൈമുടക്കോ മുതൽ മുടക്കോ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ഏതും ഞാൻ ഇങ്ങനെ വെക്കുള്ളൂ, ഞാൻ എൻ്റെ രീതി ഇതേ ആണ് എന്ന് പറയുന്നേക്കാളും ജസ്റ്റ് ഇതിനെ ഒരു ചേഞ്ച് ചെയ്യുന്നു. മനുഷ്യരാകുമ്പോൾ എപ്പോഴും ചേഞ്ച് ആണല്ലോ നല്ലത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് പറയുക. അപ്പോൾ നമുക്ക് നാവിൽ കൊതിയൂറും രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇറക്കി വെച്ച് നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള മാങ്ങ അച്ചാറിലേക്ക് പോവാം. ഓക്കെ ഗെയ്സ്. അപ്പോൾ ഗെയ്സ് ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് റെഡിയാക്കി കഴുകി ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ ഗെയ്സ്. അപ്പോൾ ഗെയ്സ് നാടൻ മാങ്ങ ആയതുകൊണ്ട് പറയാൻ അറിയിക്കത്തില്ല, ഭയങ്കര മണം വരുന്ന കേട്ടോ. അരിഞ്ഞപ്പം തന്നെ നാട്ടുമാങ്ങയുടെ ആ മണം, ഭയങ്കര മണം നമ്മുടെ മൂക്കിൽ അടിച്ചു കയറുന്നുണ്ട്. അപ്പം വേറൊന്നും കണ്ടല്ല ഗെയ്സ്. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ചേച്ചി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ചേച്ചി ചോദിച്ചപ്പം അത്യാവശ്യം 3 മാങ്ങയാണെങ്കിലും നല്ല വലിപ്പമുള്ളത് കൊണ്ട് അത്യാവശ്യം മാങ്ങയുണ്ട് കേട്ടോ ഗെയ്സ്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് നാച്ചുറൽ മഞ്ഞൾപ്പൊടി, അതായത് നമ്മൾ തന്നെ പൊടിപ്പിച്ച് വീട്ടിൽ, അതാണ് ഈ കളർ. മറ്റേ കടയിൽ നിന്നും വാങ്ങുന്ന മഞ്ഞൾപ്പൊടി നമുക്കറിയാം, അതായത് താനി മഞ്ഞയാണ്. ഇത് കുറച്ച് റെഡ് ഇഷായിട്ടിരിക്കുക. അതായത് നമ്മൾ വീട്ടിൽ തന്നെ നട്ട് നമ്മൾ ഉണക്കിയെടുത്ത് പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ആ ടേസ്റ്റും നമുക്ക് കിട്ടും. നമുക്ക് വേറെ അസുഖവും ഉണ്ടാവത്തില്ല. നിങ്ങളും
ഒരുപാട് സമയം ഈ ടി വിയുടെയൊക്കെ മുന്നിൽ നിന്ന് സമയം വേസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക, ഇതേപോലത്തെ അതായത് നമുക്ക് വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ടുന്ന കറിവേപ്പിലായാലും മഞ്ഞളായാലും ഇഞ്ചിയൊക്കെ ആണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം. അപ്പോൾ ഇത് പുറത്തുനിന്നല്ല, ഈ മാങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഇതിന് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഒഴിക്കും. അതായത് ഇത് ജസ്റ്റ് വരവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാങ്ങയും കൂടെ ഒന്ന് ഇട്ട് നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് മറ്റ് വിഭവങ്ങളെക്കാളും ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിൽ ചേരുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് വിരവി വയ്ക്കുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്തു നോക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും അറിയാത്തവരും ഉണ്ടാവും. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ അച്ചാറിന് ഒരുപാട് വലിയ ഐറ്റംസ് ഒന്നും ഞാൻ ചേർക്കാറില്ല, എല്ലാം നാച്ചുറലി ആയിട്ടുള്ളതേ ചേർക്കാറുള്ളൂ. ഞാൻ ഒരിക്കലും കായം പൊടി മേടിക്കാറില്ല ഗൈസ്. അതാണ് എൻ്റെ അച്ചാറിൻ്റെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള കാര്യം. എപ്പോഴും ഞാൻ കട്ടക്കായം മാത്രമേ മേടിക്കാറുള്ളൂ. പിന്നെ വെളുത്തുള്ളി, പിന്നെ ഉലുവ, നമ്മുടെ കറിവേപ്പില മസ്റ്റാണല്ലോ. അപ്പം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിനെ ഒന്ന് ജസ്റ്റ് അമ്മയിലിട്ട് ചതച്ചെടുക്കുക. ഞാൻ ഒരു കാര്യവും മിക്സി ഉപയോഗിക്കാറില്ല, എപ്പോഴും ഞാൻ അടുപ്പിലേ എല്ലാം ചെയ്യാറുള്ളൂ. മിക്സിയും അതുപോലെ തന്നെ മറ്റ് ഗ്യാസ് അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ അടുപ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന് പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും, നമുക്ക് ആരോഗ്യത്തോടെ നമുക്കെല്ലാം കഴിക്കാനും പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ രസം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ മൺകറിച്ചട്ടിയാണ് ഗൈസ് ഇത് വയ്ക്കുന്നത് മാങ്ങാച്ചാറിൽ. എപ്പോഴും നമ്മൾ മൺകറിച്ചട്ടി ഉപയോഗിക്കുമെങ്കിൽ നമുക്ക് പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഇരുമ്പിച്ചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് ഒരിക്കലും അറിയത്തില്ല ഗൈസ്. അപ്പോഴും നമ്മൾ എല്ലാവരും മൺകറിച്ചട്ടി തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഏതിനും നമുക്ക് എപ്പോഴും നല്ലത് നമുക്ക് മൺകറിച്ചട്ടി തന്നെയാണ്. എപ്പോഴും അലൂമിനിയവും ഒന്നും ഉപയോഗിക്കുന്നേക്കാളും നല്ലത് അത്യാവശ്യം നമുക്ക് മൺകറിച്ചട്ടി ഉപയോഗിക്കുക. നിങ്ങളെല്ലാവരും ഈ ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക, കഴിവതും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ മൺകറിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൺകറിച്ചട്ടി ചൂടാവുന്ന നേരത്ത് നമുക്ക് ബാക്കി ഐറ്റംസ് ഇടാം. ഓക്കെ, അപ്പോൾ ഗേസ് മൺകറിച്ചട്ടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം നമുക്ക് വറ്റുമ്പോൾ അറിയാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് എണ്ണ ചേച്ചിക്ക് വേണ്ടെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ആവശ്യത്തിന് മാത്രമേ എണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, എല്ലാവരും നിങ്ങളൊക്കെ ഫസ്റ്റ് ഇട്ട് കൊടുക്കുക കടുകായിരിക്കും, പക്ഷെ ഞാൻ ഫസ്റ്റ് ഇടുക ഉലുവയാണ്. എണ്ണ ഒഴിച്ച് നമ്മൾ ആദ്യം കായ ഇട്ട് കൊടുക്കും. കായ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ആ അച്ചാറിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഇറങ്ങും. അപ്പോൾ ആ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കായം നമ്മൾ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഞാൻ 3-4 കടുക് പേരിന് വേണ്ടി ഇട്ട് കൊടുക്കും ഗീസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉലുവയാണ് മെയിനായിട്ട്, ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല അത്യാവശ്യം മണം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കായത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെ ഉലുവയുടെയൊക്കെ ഭയങ്കര മണം വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടി ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ മുളക് പൊടി അത് ഇട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ 1-2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗൈസ് നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയെ നമ്മൾ ഇടുന്നുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഭയങ്കര നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഗൈസ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മണമാണ് നമുക്ക് വരുന്നത്. കാണാൻ പറ്റുമല്ലോ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം നമുക്കുള്ള മൺകറിച്ചട്ടി ആയതുകൊണ്ടും ഭയങ്കര മണമാണ് വരുന്നത്. ഇനി നമ്മളിതിലേക്ക് മാങ്ങ ഇട്ടു. അപ്പോൾ ഗൈസ് ആണ്ട മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഗൈസ് ഞാൻ മാങ്ങ ഇട്ട് കൊടുത്ത് മണം വന്നിട്ടാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല, മണമാണെങ്കിൽ മൂക്കിലൊക്കെ അടിച്ച് കയറുന്നു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ചുമ ഒന്ന്
അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുന്നത് മണം വന്നിട്ടാണെങ്കിൽ ഗൈസ് എൻ്റെ നാവിൽ നിന്ന് വെള്ളം ഓറൊന്നും നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റ്. അതായത് നാട്ടുമാങ്ങ ആയതുകൊണ്ട് ഭയങ്കര മണം. വെളുത്തുള്ളിയുടെയും കായത്തിൻ്റെയും ഉലുവയുടെയും ഒക്കെ കറിവേപ്പിലയുടെയും ഒക്കെ മണമാണെങ്കിൽ ഭയങ്കരമായിട്ട് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായി. ഇപ്പം നമുക്കിത് മാങ്ങ അച്ചാർ ഇറക്കാം. ഓക്കെ, അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. 100% ഞാൻ ഉറപ്പ് വരുന്നത്. എനിക്കാണെങ്കിൽ മണം വന്നിട്ടാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല. അത്ര മണവും ഇത് കഴിക്കുമ്പോൾ അതിനേക്കാളും ടേസ്റ്റാണ്. നിങ്ങളെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നാവിൽ കൊതിയൂറും അച്ചാർ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചാറ് കാണിച്ചു തരാം ഗൈസ്. അതിൻ്റെ ചാറുണ്ടോ, ഭയങ്കര മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുറത്ത് ഓർഡർ കൊടുക്കാൻ കുറവാണ്. കാരണം നമുക്ക് ഉണ്ടാക്കുന്ന തന്നെ ഇവിടെ തന്നെ ഓർഡർ തികയുന്നില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ കൊടുക്കുക. അങ്ങനെ ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുള്ളവർ നമ്മളെ അറിയിക്കുക. നമ്മൾ ഓർഡർ കൊടുക്കുന്നതായിരിക്കും. കേസ് രസം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ചക്ക കൂട്ടാനും കൂടെ വയ്ക്കാം. അപ്പോൾ നാളത്തെ പഴങ്കഞ്ഞിക്ക് നമുക്കാവില്ല. അപ്പോൾ ചക്ക കൂട്ടാനും രസവും നമ്മൾ മാങ്ങ അച്ചാറിൽ നിന്ന് ശകലം ഒന്നെടുത്ത് മാറ്റിയാണ് കേട്ടോ. നാളത്തെ പഴങ്കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്ക കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോഴേ ഞാൻ ഇപ്പം ചക്ക ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്ത്. പിന്നെ ഇനി ചക്കയ്ക്ക് വേണ്ടുന്ന ഞാൻ അരയ്ക്കാൻ എടുത്തിരിക്കുന്നത് ഒരു കൊച്ചുള്ളി 3ആയിട്ട് അരിഞ്ഞത്, ജീരകം, കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, 3 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, 2 കാരിമുളക്. അപ്പം നമുക്കിതൊന്ന് അമ്മയിലെടുത്ത് ചതച്ചെടുക്കാം. ഓക്കെ ഗൈസ്. അപ്പം ഞാനിത് ചക്കേനെ നമുക്ക് ആദ്യം അടുപ്പിലോട്ട് വയ്ക്കാം. ജസ്റ്റ് ഞാൻ കഴുകിയിട്ടില്ല. ജസ്റ്റ് മുമ്പേ നമ്മൾ ചക്കച്ചോള അരിഞ്ഞ് ഒന്ന് കഴുകിയതുകൊണ്ട് അരിഞ്ഞിട്ട് പിന്നെ കഴുകൂല കേട്ടോ ഗൈസ്. അപ്പം ഞാനിതൊന്ന് കലത്തിലേക്ക് ആക്കാം. ഒക്കെ ഞാൻ കലത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ചക്കയ്ക്ക് ഒരുപാട് വെള്ളം വേണ്ട, ശകലം വെള്ളത്തിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. അപ്പം ഞാൻ ശകലം വെള്ളം ഒഴിച്ചു. ഇതിനി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഗൈസ്. ഞാൻ ചക്ക അടുപ്പിലേക്ക് വെച്ച് ഇനി നമുക്ക് മൂടി വെച്ച് അടയ്ക്കാം. ഓക്കെ, നമ്മളെ ചക്ക ആവിയിൽ എന്തായാലും വെന്തിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. ചതച്ചെടുത്ത അരപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ചിട്ട അരപ്പ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി അത് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ അടച്ച് വെച്ചാൽ നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് ഇളക്കാറാവും. ഓക്കെ, ഞാൻ ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചാൽ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാറാവും. അപ്പോൾ അരപ്പൊക്കെ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിതിനെ എടുത്ത് ഒന്ന് ഇളക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പോൾ ചൂട് ചോറും തീ പാറുന്ന ചൂടാണ് കേട്ടോ ചോറും, അതുപോലെ തന്നെ തീ പാറുന്ന രസവും ചക്കയും മാങ്ങ അച്ചാറും ഒക്കെ ആയിട്ട് ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ വരും. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ഒരിക്കൽ കൂടി പറഞ്ഞ് നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഗൈസ്.